Hi all, I am Aishwarya from Nexa Global. It doesn't matter how slowly you go as long as you don't stop. നമുക്കൊരു പോസിറ്റീവ് തോട്ടോട് കൂടി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ സ്ലോലി യു ഗോ ആസ് ലോങ് ആസ് യു ഡു നോട്ട് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പതുക്കെ നമ്മൾ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഏതൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിലും പതുക്കെ അല്ലേ, പതുക്കെ പഠിക്കണം. പതുക്കെ സ്റ്റോപ്പ് കൂടാതെ നമുക്ക് പഠിച്ചാൽ സക്സസ്സിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ടോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു നെക്സ ഗ്ലോബൽ. ടുഡേ ഐ ഡിസ്കസ് അബൌട്ട് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രൊനൗൺ ഷോ ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ എക്സെട്ര. ടൈം അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ പ്രിപ്പോസിഷൻ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പ്രിപ്പോസിഷൻ നമുക്ക് പഠിക്കാം. ഇൻ, ഓൺ ആൻഡ് അറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. വാട്ട് ആർ ദേ? ഇൻ, ഓൺ, അറ്റ്, അണ്ടർ, എബോവ്, ഓവർ. അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഇൻ, ഓൺ ആൻഡ് അറ്റ്. ഓക്കെ, യൂസ് ഇൻ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് എൻക്ലോസ്ഡ് ഓർ സറൗണ്ടഡ് ബൈ സംതിങ്. ഏതെങ്കിലും ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്സ്, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിനുള്ളിൽ ഒരു തിങ്സ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. യൂസ് ഇൻ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് എൻക്ലോസ്ഡ് ഓർ സറൗണ്ടഡ് ബൈ സംതിങ്. ഓക്കെ, എൻക്ലോസ്ഡ് ദാറ്റ് മീൻസ് എന്താ? ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിരിക്കുക. അപ്പം ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനായിരിക്കും അവിടെ യൂസ് ചെയ്യുക, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. യൂസ് ഇൻ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് എൻക്ലോസ്ഡ് ഓർ സറൗണ്ടഡ് ബൈ സംതിങ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ എക്സാമ്പിൾ. ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് തന്നെ, നമ്മളെല്ലാവരും കൂടെ ഒരു മൂവിക്ക് പോകുന്ന ടൈമിൽ ഒരു കുട്ടി, സീത എന്ന പേര്, അവളിന്ന് വന്നിട്ടില്ല. വേർ ഇസ് ഷീ എന്ന് നമ്മൾ ചോദിക്കുക. അപ്പോൾ എന്ത് പറയും? ഷീ ഈസ് ഇൻ ദി ഹൗസ്. അവളെവിടെയാണ്? വീട്ടിലാണ്. അപ്പോൾ എങ്ങനെ പറയും? ഷീ ഈസ് ഇൻ ദി ഹൗസ്. അവൾ ഹൗസിലാണ്, വീട്ടിലാണ്. അപ്പം ഷീ ഈസ് ഇൻ ദി ഹൗസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബോക്സിൻ്റെ അകത്തൊരു ക്യാറ്റ് ഇരിക്കുക. വേർ ഇസ് ദ ക്യാറ്റ്? എവിടെയാണ് ആ ക്യാറ്റ് ഇരിക്കുന്നത്? ബോക്സിൻ്റെ അകത്താണ്. സോ നമ്മൾ എങ്ങനെയാണ് അത് പറയുക? ദ ക്യാറ്റ് ഈസ് ഇൻ ദി ബോക്സ്. ക്യാറ്റ് ഈസ് ഇൻ ദി ബോക്സ്. ഓക്കെ, കുറച്ച് ബുക്സ് ബാഗിൻ്റെ അകത്തിരിക്കുക. ഓക്കെ, വേർ ഇസ് ദ ബുക്ക്? വേർ ഇസ് ദ ബുക്സ് എന്ന് ചോദിക്കുക. അപ്പോൾ എന്ത് പറയും? ബുക്സ് ആർ ഇൻ ദി ബാഗ്. ബുക്സ് ഒരു ബുക്കല്ല, ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ പ്ലൂറലാണ് വരുന്നത് അവിടെ. സോ ആർ അതുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബുക്കാണെങ്കിൽ ബുക്ക് ഈസ് ഇൻ ദി ബാഗ് എന്നാണ് പറയുക. ഓക്കെ, യൂസ് ഇൻ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് ഇൻ എ ലാർജ് സ്പേസ് ലൈക്ക് കൺട്രി, സ്റ്റേറ്റ് ഓർ സിറ്റി. കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സിറ്റിയുടെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുവാണെങ്കിൽ അവിടെ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹീ ലീവ്സ് ഇൻ ന്യൂയോർക്ക്, ഷീ സ്റ്റഡീസ് ഇൻ കാനഡ, ഐ ലിവ് ഇൻ ഇന്ത്യ. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. യൂസ് ഇൻ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് എൻക്ലോസ്ഡ് ഓർ സറൗണ്ടഡ് ബൈ സംതിങ്. ഏതെങ്കിലും ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള പ്രതലത്തിൻ്റെ അകത്തിരിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്താണ് പറയാറുള്ളത്. ഏതൊരു ഐറ്റം ആണെങ്കിൽ, ഇപ്പം ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ക്യാറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ക്യാറ്റ് ഈസ് ഇൻ ദി ബോക്സ് എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൺട്രി ഡിപ്പെൻഡ് ചെയ്ത്, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുവാണെങ്കിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഹീ ലീവ്സ് ഇൻ ന്യൂയോർക്ക്, ഐ ലീവ്സ് ഇൻ ഇന്ത്യ, ഷീ സ്റ്റഡീസ് ഇൻ ന്യൂയോർക്ക്. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, യൂസ് ഓൺ. ഓൺ വെൻ സംതിങ് ഈസ് ദ സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, സ്പെസിഫിക് സർഫസ്. ഏതെങ്കിലും ഒരു സർഫസ്, അതിൻ്റെ മുകളിൽ ഒരു ഐറ്റം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. യൂസ് ഓൺ വെൻ സംതിങ് ഈസ് ഇൻ ദി സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ സ്പെസിഫിക് സർഫസ്. ഒരു സർഫസിൻ്റെ മുകളിലാണ് ആ ഒരു ഐറ്റം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ടേബിളിൻ്റെ മുകളിൽ എന്താണ്? ഒരു ബുക്ക് ഇരിക്കുക. വേർ ഇസ് ദ ബുക്ക് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസർ പറയും? ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ഓക്കെ, ഒരു ഫ്ലവർ പോട്ട് ഒരു ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുക. ടേബിളിൻ്റെ മുകളിൽ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ദ ഫ്ലവർ പോട്ട്
എവിടെ ഇരിക്കുന്നത്? ടേബിളിൻ്റെ മുകളിൽ ടച്ച് ചെയ്തായിരിക്കുന്നത്. സോ വെർ ഇസ് ദ ഫ്ലവർ പോട്ട്? ദ ഫ്ലവർ പോട്ട് ഈസ് ഓൺ ദി ടേബിൾ. ഓക്കെ, ടേബിളിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു ബെഡിൽ ഒരു പൂച്ചക്കുഞ്ഞ് കിടന്നുറങ്ങുക. സോ പൂച്ച, വെയർസ് ദ ക്യാറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമുക്കറിയാം പൂച്ച കിടന്നുറങ്ങുന്നത് എവിടെയാണ്? ബെഡിലാണെന്ന്. സോ നമ്മൾ എങ്ങനെ ആൻസർ പറയും? ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി ബെഡ്. ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി ബെഡ്. ബെഡിലാണ് പൂച്ച കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി ബെഡ്. ഓക്കെ, അപ്പം എൻ്റെ ഓഫീസ് 2nd ഫ്ലോറിലാണ്. ഓക്കെ, മൈ ഓഫീസ് ഈസ് ഓൺ ദി 2nd ഫ്ലോർ. എവിടെയാണ്? 2nd ഫ്ലോറിലാണ്, മുകളിലാണ് അല്ലേ? സോ അപ്പം വേർ ഇസ് ദ ഓഫീസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? മൈ ഓഫീസ് ഈസ് ഓൺ ദി 2nd ഫ്ലോർ. എൻ്റെ ഓഫീസ് എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്? മൈ ഓഫീസ് ഈസ് ഓൺ ദി 2nd ഫ്ലോർ. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് എന്താണ്? വാച്ച് മീ കെയർഫുള്ളി. ഫസ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? യൂസ് ഇൻ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ബീയിങ് എൻക്ലോസ്ഡ് ഓർ സറൗണ്ടഡ് ബൈ സംതിങ്. ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിൻ്റെ അകത്ത് ഏതൊരു ഐറ്റം ഇരിക്കുവാണെങ്കിലും നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സർഫസിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിരിക്കുവാണെങ്കിൽ ഏതൊരു ഐറ്റം ആണെങ്കിലും, ഇപ്പം ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെർ ഇസ് ദ ബുക്ക്? ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ എന്നാ പറയുന്നത് അല്ലേ? അതുപോലെ ഒരു പെയിൻറ്റിങ്, ഒരു വോൾ ഭിത്തിയിൽ തൂക്കിയിട്ടേക്കുക. ദ പെയിൻറ്റിങ് ഈസ് ഓൺ ദി വോൾ. എന്തുകൊണ്ടാണ് ഇന്ന് യൂസ് ചെയ്യാഞ്ഞത്? ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാണ് ഇന്ന് യൂസ് ചെയ്യാഞ്ഞത്? ഭിത്തിയിൽ, വോളിൽ ആണി അടിച്ചിട്ടാണ് പെയിൻറ്റിങ് നമ്മൾ തൂക്കിയിടുന്നത് അല്ലേ? അപ്പോൾ അവിടെ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്, ഉള്ളിലോട്ട് കയറിയല്ല, അല്ലെങ്കിൽ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിലല്ല ഇരിക്കുന്നത്, അതിൻ്റെ മുകളിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. സോ ദ പെയിൻറ്റിങ് ഈസ് ഓൺ ദി വോൾ. ഓക്കെ, ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദി ചെയർ. അവൾ എവിടെയാണ്? ചെയറിലാണ് ഇരിക്കുന്നത്. വേർ ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദി ചെയർ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൻ്റെ, ഒരു സർഫസിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിരിക്കുമ്പോൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് യൂസ് അറ്റ് ടു സ്പെസിഫിക് എ പ്രിസൈസ് പോയിന്റ് ഓർ ലൊക്കേഷൻ. ഒരു പോയിന്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ എവിടെയാണ്? ബസ് സ്റ്റോപ്പിലാണ്. ഐ വർക്ക് അറ്റ് നെക്സാ ഗ്ലോബൽ. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നെക്സാ ഗ്ലോബലിലാണ്. അപ്പോൾ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്തത്. ദ പോയിന്റ് ഓർ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക. ദേ ആർ അറ്റൻഡിങ് എ മീറ്റിംഗ് അറ്റ് ദ ഓഫീസ്. എവിടെയാണ്? ആ ഒരു പ്രോപ്പർ പ്ലേസ് ആണ് അവിടെ പറയുന്നത്. സോ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് സോ അവിടെ യൂസ് ചെയ്യുക. ദേ ആർ അറ്റൻഡിങ് എ മീറ്റിംഗ് അറ്റ് ദ ഓഫീസ്. ഓഫീസിലാണ് അവരെന്താണ്? മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെർ ഇസ് ദ പ്ലേസ്? ഓഫീസ്. സോ അറ്റ് ഈസ് ദ പ്രപ്പോസിഷൻ. ഓക്കെ, ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വിച്ച് ഈസ് ദ പ്രപ്പോസിഷൻ? അറ്റ്. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ എന്താണ്? പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് അവിടെ ബസ് സ്റ്റോപ്പ് കൊടുത്തേക്കുന്നത്. സോ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷനായിരിക്കണം യൂസ് ചെയ്യുക. ഓക്കെ, ടുഡേ ഡിസ്കസ് അബൌട്ട് preposition. What is preposition? A word or group of words used before a noun or pronoun show direction, time, place, location, etc. Okay, in, on, at അങ്ങനെ 3 types of preposition ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ഐശ്വര്യ ഫ്രം നെക്സാ ഗ്ലോബൽ സൈനിങ് ഔട്ട്. ബൈ.